സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരാൻ വിധിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റിനും. ഒന്ന് കണ്ടോ? മനോരട്ടെല്ലാം എടുത്തിട്ടില്ല? എല്ലാം ഉണ്ട്. എന്നാ എഴുതിക്കേ. അല്ല ഇത് കുറേ ആയല്ലോ. തരാപ്പാ, ഈ മാസം ലാസ്റ്റ് തരാം. ആ വേണോട്ടാ, ഇത് കുറേ ഇട്ടല്ലോ സാധനം. എന്നാ വീട്ടിലൊന്നും പരിപാടി ഉണ്ടാ? ഇതൊന്നപ്പോൾ ആകെ ഒരാഴ്ചക്കുള്ള സാധനമുള്ളൂ. വീട്ടിലെത്ര ആളുണ്ടെന്ന് എൻ്റെ വിചാരം. നിങ്ങൾ എത്ര കാലമാണ് ഈ അനിയന്മാരെയും കുടുംബം നോക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുക? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലെടുത്ത് മാറിക്കൂടെ? ഞാനിങ്ങനെ കുറേ കുടുംബം എന്ന് വിചാരിച്ച് നടന്നതാണ്. അവസാനം എനിക്ക് കാര്യം മനസ്സിലായി, ഇതൊന്നും നടപടിയാകുന്ന കേസല്ല. അതുകൊണ്ട് ഞാൻ വേറെ വീടെടുത്തങ്ങ് മാറി. വേണോട്ടാ, അവനവൻ്റെ കാര്യം നോക്കി വേഗം തടി കഴിച്ചാലായിക്കോ. അതാ നിങ്ങൾക്ക് നല്ല. ചങ്ക് പൊട്ടിയൊരു മറുപടി ഉണ്ട്. ഞാനിതൊരു ദിവസം വീട്ടിൽ സംസാരിച്ചതാണ്. ഞാൻ എൻ്റെ അനിയന്മാരോട് പറഞ്ഞ് അനക്കതിന് നിങ്ങളെ പോറ്റാനാവില്ല, അനക്കെൻ്റെ ഓളും മക്കളിലുണ്ട്, അനക്കൊന്ന് പുതിയ വീടെല്ലാം എടുക്കണം. അത് കേട്ടേരോ എൻ്റെ അച്ഛൻ എന്നോട് വന്ന് ചോദിക്കുക, അതിന് നീ ഈ വീട്ടിന് വേണ്ടി എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഉറുപ്പ്യ പോലും വെറുതെ ചിലവാക്കില്ല. ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന ജീവിച്ച വീട്ടിലേക്കാണ്. ഇത് ചോദിച്ചോണ്ട് മാത്രം ഞാൻ ഇതുവരെ ചെയ്തല്ല ഇനി അങ്ങ് പറഞ്ഞു. അന്നേരം എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കുക, നീ ചെയ്യുന്നതിനെല്ലാം കണക്ക് വെക്കുന്നുണ്ടല്ലടാ. അവസ്ഥ എത്ര പേരല്ലേ. ഇനിയിപ്പോൾ ഈ ജീവിതം അങ്ങനെ അങ്ങ് പോട്ട് കണക്കൊന്നും പറയാൻ കഴിയില്ലടാ ആരോടും. ഇതേപോലെ ഒരുപാട് പേരുണ്ട് സ്വന്തം വീടിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല ആ മനുഷ്യൻ